ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുവേ നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നുവെന്ന്. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന ചിന്ത നമ്മളെ പൂർണ്ണമായി തളർത്തിക്കളയും. എന്നാൽ ചരിത്രം തിരുത്തിക്കുറിച്ച മനുഷ്യരെയൊക്കെ അടയാളപ്പെടുത്തിയത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയുടെ സമയത്ത് അവർ മനസ്സിൽ കരുതിയ ചെറിയൊരു ചിന്തയിൽ നിന്നുമായിരിക്കും. അങ്ങനെയുള്ളൊരു കഥ കേട്ടാലോ നമുക്ക്. വർഷം 1914. അമേരിക്കയിലെ വെസ്റ്റ് ഓറഞ്ചിലുള്ള ഒരു വമ്പൻ റിസർച്ച് ലാബിന് പെട്ടെന്ന് തീപിടിക്കുകയാണ്. കെമിക്കലുകൾ നിറഞ്ഞ ആ ലാബ് മിനിറ്റുകൾക്കകം പൂർണ്ണമായി കത്തിയമർന്നു. ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം. ആ ലാബിൻ്റെ ഉടമസ്ഥൻ മറ്റാരുമായിരുന്നില്ല, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ റിസർച്ച് പേപ്പറുകളും കണ്ടുപിടുത്തങ്ങളും കൺമുന്നിൽ കത്തിയമരുന്നത് 67 വയസ്സുള്ള എഡിസൺ നോക്കി നിൽക്കുകയാണ്. ഈ പ്രായത്തിലെല്ലാം നഷ്ടപ്പെട്ട ആ വൃദ്ധൻ ഇനി എന്തു ചെയ്യും? അവിടെ കൂടി ആളുകളൊക്കെ കരുതിയത് എഡിസൺ മാനസികമായി തകർന്നു പോകുമെന്നാണ്. പിറ്റേന്ന് രാവിലെ കത്തിയമർന്ന ആ ചാരക്കൂമ്പാരത്തിന് മുന്നിൽ എഡിസൺ നടന്നു ചെന്നു. എന്നിട്ട് അദ്ദേഹം ചുറ്റും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, മോനെ, ഈ തീയിൽ വെണ്ണീറായത് നമ്മുടെ ലാബ് മാത്രമല്ല, നമ്മൾ ഇതുവരെ വരുത്തിയ എല്ലാ തെറ്റുകളും കൂടിയാണ്. പഴയ തെറ്റുകളെല്ലാം കത്തിയമർന്നിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കിനി പുതിയതായി 0 നിന്നും വീണ്ടും തുടങ്ങാം. ആലോചിച്ച് നോക്കിയേ, സർവ്വതും നഷ്ടപ്പെട്ട ആ നിമിഷത്തിൽ എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ തെറ്റുകൾ കത്തിയമർന്നിരിക്കുന്നു, എനിക്കിനി പുതിയതായി തുടങ്ങാം എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം തൻ്റെ മനസ്സിൽ തിരഞ്ഞെടുത്തത്. ആ ഒരു ചിന്തയാണ് പിന്നീട് അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കിയതും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, ബിസിനസ് തകർന്നാലും, പ്രണയം തകർന്നാലും, പരീക്ഷ തോറ്റാലും ഓർക്കുക, അത് ഒരിക്കലും നിങ്ങളുടെ അവസാനമല്ല. നിങ്ങളുടെ പഴയ തെറ്റുകൾ തിരുത്തി ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള പ്രകൃതിയുടെ അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചാരക്കൂമ്പാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ നിങ്ങൾക്ക് സാധിക്കും. ചിന്തകൾ മാറ്റണമെന്ന് മാത്രം. ചിന്തകൾ മാറ്റിയാലേ ജീവിതം തനിയെ മാറിക്കോളും. പണ്ട് ഒരു ജ്ഞാനിയായ വയോധികൻ തൻ്റെ കൊച്ചുമകന് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, മോനെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ 2 ചെന്നായകൾ തമ്മിൽ നിരന്തരം യുദ്ധം നടക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ചെന്നായ കോപം, അസൂയ, ഭയം, നിരാശ, സംശയം എന്നിവയുടെ പ്രതീകമാണ്. എന്നാൽ രണ്ടാമത്തെ ചെന്നായ സ്നേഹം, സമാധാനം, സന്തോഷം, അതിലുപരി പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഇത് കേട്ട ആ കുട്ടി ആലോചിച്ചതിന് ശേഷം ചോദിച്ചു, അപ്പൂപ്പ, അവസാനം ആ യുദ്ധത്തിൽ ഏത് ചെന്നായിയായിരിക്കും ജയിക്കുക? ആ വയോധികൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ ഏത് ചെന്നായിക്കാണോ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത്, ആ ചെന്നായിയായിരിക്കും യുദ്ധത്തിൽ വിജയിക്കുക. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾക്ക് ഭയം കൊടുത്ത് അതിനെ വളർത്തിയെടുത്താൽ പരാജയമായിരിക്കും നമ്മുടെ ഫലം. ഓർക്കണം, ഒരു ദിവസം നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് ഏകദേശം 60,000-ഓളം ചിന്തകളാണ്. 60,000-ഓളം ചിന്തകൾ. നിർഭാഗ്യവശാൽ അതിൽ ഭൂരിഭാഗവും നമ്മെ പിന്നോട്ട് വലിക്കുന്നവയായിരിക്കും. എനിക്കിതിന് കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? ഈ ചിന്തകൾ നമ്മളെ തന്നെ ഒരു ഇരുട്ടറയ്ക്കുള്ളിലാക്കും. പുറം ലോകം മാറാൻ വേണ്ടി കാത്തുനിന്ന് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ തടവുകാരായി മാറും. അതുകൊണ്ട് ഓരോ ചിന്തയിലും ഒരു പ്രതീക്ഷ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഒരു തിരിച്ചടിയുണ്ടാകുമ്പോൾ എൻ്റെ വഴി അടഞ്ഞു എന്ന് ചിന്തിക്കാതെ ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള അവസരമാണിതെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ മനസ്സാകുന്ന തോട്ടത്തിൽ സങ്കടങ്ങളുടെ കളകൾ വളർത്താതെ പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും വിത്തുകൾ പാകാൻ നമുക്ക് കഴിയണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഏത് ചെന്നായിക്കാണ് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്? പോസിറ്റീവ് ചിന്തകളിലൂടെ നിങ്ങളുടെ ലോകം മാറ്റിമറിക്കൂ. ഇനി പറയൂ, നിങ്ങളുടെ അടുത്ത ചിന്ത എന്തായിരിക്കണം? എല്ലാം അവസാനിച്ചെന്ന് ഭയം പറയുമ്പോൾ ഇത് വെറും തുടക്കം മാത്രമാണ് എന്ന് നിങ്ങളുടെ പ്രതീക്ഷയോട് പറയുക. നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല എന്ന് സംശയം തോന്നുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇവിടെ വരെ എത്തിയതെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ മനസ്സൊരു തോട്ടം പോലെയാണ്. കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളാകുന്ന കളകൾക്ക് ഇനി ഒരിക്കലും വെള്ളമൊഴിക്കരുത്. ഭാവിയിലേക്കുള്ള വിജയത്തിൻ്റെ വിത്തുകൾ ഇന്നു മുതൽ പാകി തുടങ്ങൂ. നിങ്ങളുടെ കഥ മാറ്റിയെഴുതാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇത്തരം പ്രചോദനാത്മകമായ ചിന്തകൾക്കായി ഇപ്പോൾ തന്നെ ഹോപ്സി കുടുംബത്തിൻ്റെ ഭാഗമാകൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നും പ്രതീക്ഷയോടെ ഇരിക്കൂ. ഹോപ്സി. See hope in every thought.